ഒന്ന് ഇതിന്റെ വസ്തുതാവിരുദ്ധതയാണ്. കെ സി വേണുഗോപാൽ 17 ദിവസത്തോളം ബീഹാറിൽ കോൺഗ്രസ് മഹാഗഠബന്ധൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്ര അവിടെ നടക്കുമ്പോൾ അതിന്റെ മുഖ്യ സംഘാടകനായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഗോവിന്ദ മാഷോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ബീഹാറിൽ മഹാഗഠബന്ധനായി മത്സരിക്കുന്നത് CPM-ഉം CPI-യും CPI-ML-ഉം RJD-യും കോൺഗ്രസും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. CPM അടക്കമുള്ള ഒരു മുന്നണി അവിടെ ഇത്രയും നിർണായകമായ ഒരു ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഒരു ദിവസം അവിടെ പ്രചരണത്തിന് പിണറായി വിജയൻ പോയിട്ടുണ്ടോ? ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഇന്ത്യയിലെ വിവിധ പ്രതിപക്ഷ പാർട്ടികളും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം ഉയർത്തുന്നത്. അതിലേറ്റവും ഗുരുതരമായത് SIR നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതിനേക്കാൾ 3 ലക്ഷം വോട്ടുകൾ പിന്നീട് കൂടി എന്നതിനെ സംബന്ധിച്ചിട്ടാണ്. അങ്ങനെ കൂടിയതിനെ സംബന്ധിച്ച് തൃപ്തികരമായ ഒരു വിശദീകരണം ഇലക്ഷൻ കമ്മീഷന് നൽകാൻ കഴിയാത്ത സാഹചര്യം, അതടക്കമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ നിലനിൽക്കെ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ആ ആരോപണങ്ങൾ ഉയർത്തുന്ന ഘട്ടത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ ഇന്നലെ അങ്ങേയറ്റം ഉത്തരവാദിത്തമില്ലാത്ത രാഷ്ട്രീയ മര്യാദകൾക്ക് നിരക്കാത്ത ഒരു പ്രസ്താവന AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിനെതിരെ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത്, ബീഹാർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് KC വേണുഗോപാൽ കേരളത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, ബീഹാറിൽ പ്രവർത്തിച്ചില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വസ്തുതാവിരുദ്ധവും നിരുത്തരവാദപരവും രാഷ്ട്രീയ മര്യാദകളുടെ ലംഘനവുമാണ്. പരസ്പരം നമ്മളൊക്കെ പുലർത്തുന്ന ചില മര്യാദകളുണ്ടല്ലോ. ഒന്ന് ഇതിന്റെ വസ്തുതാവിരുദ്ധതയാണ്. KC വേണുഗോപാൽ 17 ദിവസത്തോളം ബീഹാറിൽ കോൺഗ്രസ് മഹാഗഠബന്ധൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്ര അവിടെ നടക്കുമ്പോൾ അതിന്റെ മുഖ്യ സംഘാടകനായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഗോവിന്ദ മാഷോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ബീഹാറിൽ മഹാഗഠബന്ധനായി മത്സരിക്കുന്നത് CPM-ഉം CPI-യും CPI-ML-ഉം RJD-യും കോൺഗ്രസും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. CPM അടക്കമുള്ള ഒരു മുന്നണി അവിടെ ഇത്രയും നിർണായകമായ ഒരു ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഒരു ദിവസം അവിടെ പ്രചരണത്തിന് പിണറായി വിജയൻ പോയിട്ടുണ്ടോ? പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി കോൺഗ്രസ് നേതാക്കന്മാരുടെ മേൽ, പ്രത്യേകിച്ച് KC വേണുഗോപാലിന്റെ മേൽ കുതിര കയറാൻ വരുന്നത്. ഒരു ദിവസം പിണറായി വിജയൻ അദ്ദേഹം ഗൾഫ് സന്ദർശനം നടത്തുകയായിരുന്നു. ആ സമയത്ത് വോട്ടധികാര യാത്രയിൽ BJP ഇതര മുഖ്യമന്ത്രിമാർക്ക്, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കം പങ്കെടുത്തു. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം നരേന്ദ്രമോദിയെ, BJP ഭരണകൂടത്തെ പല കാരണങ്ങളാൽ ഭയക്കുന്നതുകൊണ്ട് പിണറായി വിജയൻ ബീഹാറിൽ പ്രചരണത്തിന് പോയില്ല? അത് ചോദിക്കാനുള്ള ധൈര്യം ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ പ്രചരണത്തിനുണ്ടായിരുന്ന, അതിന് നേതൃത്വം കൊടുത്ത KC വേണുഗോപാലിനെതിരെ ഇല്ലാത്ത ആരോപണം അദ്ദേഹം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത്. KC വേണുഗോപാൽ കേരളത്തിൽ വരാൻ പാടില്ല, കേരളത്തിൽ വരണമെങ്കിൽ AKI സെന്ററിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് അപേക്ഷ കൊടുത്ത് കേരളത്തിൽ എത്താനുള്ള അനുമതി വാങ്ങിയിട്ട് വേണം അദ്ദേഹത്തിന് ഇവിടേക്ക് വരാൻ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. അങ്ങനെയല്ല ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾ വിജയിപ്പിച്ച ആലപ്പുഴയിലെ MP-യാണ്. അപ്പോ അദ്ദേഹത്തിന് കേരളത്തിലെ MP-യായ, കേരളത്തിലെ രാഷ്ട്രീയ നേതാവായ, ദേശീയ തലത്തിൽ ചുമതലകളിലുമായിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് കേരളത്തിൽ വരാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെ വല്ല തിട്ടൂരവും ആരെങ്കിലും ഇറക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് കുറച്ചുകൂടെ പക്വത, രാഷ്ട്രീയ മര്യാദ CPM സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്.